ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അക്കോമഡേഷൻ കൺട്രോളറുടെ അധികാരങ്ങളും ചുമതലകളും എന്ന വിഷയമാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായും 3 ചുമതലകളാണ് അക്കോമഡേഷൻ കൺട്രോളർ സാധാരണഗതിയിൽ നിർവഹിക്കാനുള്ളത്. ഒന്നാമതായി സെക്ഷൻ 13 പ്രകാരം ഒരു വാടകക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ കെട്ടിട ഉടമ നിഷേധിക്കുകയാണെങ്കിൽ അവ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എടുക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു ചുമതല. രണ്ടാമതായി സെക്ഷൻ 17 അനുസരിച്ച് ഒരു കെട്ടിടം വ്യാപാര ആവശ്യത്തിന് കൊടുത്ത കെട്ടിടം റെസിഡൻഷ്യൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ തിരിച്ചോ, അതായത് റെസിഡൻഷ്യൽ ആവശ്യത്തിന് കൊടുത്തിരിക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം തിരിച്ച് വ്യാപാര ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള അനുവാദം കൊടുക്കുക. ഈ അധികാരവും ഈ അക്കോമഡേഷൻ കൺട്രോളറിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ തിരിച്ചുള്ള ഉപയോഗത്തിന് കെട്ടിടത്തിന് സ്ഥായിയായ മാറ്റം വരുത്തണമെങ്കിൽ അക്കോമഡേഷൻ കൺട്രോളറുടെ കൂടെ കെട്ടിട ഉടമയുടെ അനുവാദപത്രം കൂടെ ആവശ്യമാണ്. മൂന്നാമതായി മറ്റൊരു അധികാരമുള്ളത് കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കെട്ടിട ഉടമ നടത്താതെ വരുന്ന സന്ദർഭത്തിൽ അതിനുള്ള അനന്തര നടപടികൾ, ഒന്നുകിൽ കെട്ടിട ഉടമയോട് കെട്ടിടം ഈ റിപ്പയേഴ്സ് ചെയ്തു കൊടുക്കാനായിട്ട് ഉത്തരവിടാം. അങ്ങനെ ചെയ്തു കൊടുക്കാത്ത അവസരത്തിൽ പിന്നെ എന്ത് ചെയ്യണം, അങ്ങനത്തെ ആ കാര്യങ്ങൾ, അതും സെക്ഷൻ 17 അനുസരിച്ചാണ്. ഈ 3 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ അക്കോമഡേഷൻ കൺട്രോളറുടെ ഉത്തരവാദിത്തങ്ങൾ. പിന്നെ സെക്ഷൻ 4 അനുസരിച്ച് ഒഴിവ് വരുന്ന കെട്ടിടങ്ങൾ അക്കോമഡേഷൻ കൺട്രോളറെ അറിയിക്കുകയും അദ്ദേഹം അത് അലോട്ട് ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ സെക്ഷൻ പറയുന്നുണ്ട്. പക്ഷേ അത് അധികം നടപ്പിലാകാത്ത കാരണം ആ വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നില്ല. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൻ്റെ അനുബന്ധമായി വാടകക്കാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ അത് കാരണം കൂടാതെ നിഷേധിക്കാൻ ഉടമയ്ക്ക് അധികാരമില്ല. അങ്ങനെ നിഷേധിക്കുന്ന അവസരത്തിൽ വാടകക്കാരന് അക്കോമഡേഷൻ കൺട്രോളറെ സമീപിക്കാവുന്നതും അദ്ദേഹം അത് പരിഗണിച്ച് അതിന് യുക്തമായ ഉത്തരവിടാവുന്നതുമാണ്. സാധാരണയായി കെട്ടിടം പൂട്ടിയിടുക, കെട്ടിടത്തിലേക്കുള്ള വഴി സൗകര്യം തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ കറണ്ട്, വെള്ളം ഇവ തടസ്സപ്പെടുത്തുക, ഇവയൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു കെട്ടിട ഉടമ അനധികൃതമായിട്ട് ചെയ്യാറുള്ളത്. അതിന് വ്യക്തമായ കാരണം ഇല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ നിഷേധിക്കുന്നത് വാടക കൂട്ടാൻ വേണ്ടിയോ കെട്ടിടം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയോ വാടകക്കാരനെ നിർബന്ധിക്കാനാണ് ഈ പ്രകാരം ഉള്ള നിഷേധം എങ്കിൽ അക്കോമഡേഷൻ കൺട്രോളർക്ക് കെട്ടിട ഉടമയെ കേൾക്കാതെ തന്നെ ഒരു ഇൻ്ററിം ഓർഡർ, ഒരു ഇടക്കാല ഉത്തരവോടുകൂടി ഈ സൗകര്യം പുനഃസ്ഥാപിക്കാനായിട്ട് ഉത്തരവിടാവുന്നതാണ്. അപ്രകാരം ഇടുന്ന ഉത്തരവ് സെക്ഷൻ 13 ഉപവകുപ്പ് 3 പ്രകാരമാണ് അപ്രകാരമുള്ള ഇൻ്ററിം ഓർഡർ, അതായത് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ കെട്ടിട ഉടമയെ കേട്ടിട്ട് അതിൻ്റെ ഫൈനൽ ഓർഡർ പിന്നീട് ഉത്തരവിടുന്നതാണ്. ഈ അക്കോമഡേഷൻ കൺട്രോളറുടെ മുമ്പാകെ കൊടുക്കുന്ന പരാതി കാരണം കൂടാതെയോ മറ്റോ ആണെങ്കിൽ അക്കോമഡേഷൻ കൺട്രോളർക്ക് വാടകക്കാരനെ 50 രൂപ പിഴ ഈടാക്കാനുള്ള അധികാരം ഉണ്ട്. ഇപ്രകാരം ഇടുന്ന ഉത്തരവ്, അക്കോമഡേഷൻ കൺട്രോളറുടെ ഉത്തരവിന് അപ്പീൽ അധികാരി ഡിസ്ട്രിക്ട് കലക്ടറാണ്.
ഈ ഉത്തരവിൽ ശരിയല്ല എന്ന് തോന്നുന്ന ഏത് കക്ഷിക്കും, വാടകക്കാരനായാലും കെട്ടിടോടമയായാലും ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഈ ഉത്തരവ് ചലഞ്ച് ചെയ്യാനായിട്ട് ഒരു അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം അപ്പീൽ പരിഗണിക്കുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അക്കോമഡേഷൻ കൺട്രോളർക്ക് കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കെട്ടിട ഉടമ ചെയ്യാതിരിക്കുന്ന സന്ദർഭത്തിൽ വാടകക്കാരന് ഈ അക്കോമഡേഷൻ കൺട്രോളറുടെ മുമ്പാകെ പരാതി കൊടുക്കാവുന്നതും ഈ പരാതി പരിഗണിച്ചിട്ട് കെട്ടിട ഉടമയോട് ഇന്ന സമയത്തിനുള്ളിൽ ഒരു സമയപരിധിക്കുള്ളിൽ ഈ അറ്റകുറ്റപ്പണി തീർക്കാനായിട്ട് ഉത്തരവിടാവുന്നതുമാണ്. അപ്രകാരം ഇടുന്ന ഉത്തരവ് നടപ്പാക്കാത്ത പക്ഷം, അതായത് കെട്ടിട ഉടമ ഈ അറ്റകുറ്റപ്പണി ചെയ്യാതിരിക്കുന്ന പക്ഷം വാടകക്കാരൻ അക്കോമഡേഷൻ കൺട്രോളർക്ക് നോട്ടീസ് കൊടുക്കുകയും അത് പരിഗണിച്ച് വാടകക്കാരനെ ഈ അറ്റകുറ്റപ്പണി ചെയ്യാനായിട്ട് അക്കോമഡേഷൻ കൺട്രോളർക്ക് അനുവദിക്കാവുന്നതുമാണ്. അപ്രകാരം വാടകക്കാരൻ മുടക്കുന്ന കാശ് വാടകയിൽ നിന്നും ഈടാക്കാനായിട്ടും അക്കോമഡേഷൻ കൺട്രോളർക്ക് ഉത്തരവിടാൻ അധികാരമുണ്ട്. ഈ വാടകക്കാരൻ ആവശ്യപ്പെടുന്ന അറ്റകുറ്റപ്പണികളും ഉടമയ്ക്ക് കിട്ടുന്ന വാടകയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്ന് കേരള ഹൈക്കോടതി 2003 ഭാസ്കരൻ വേഴ്സസ് ബാലൻ എന്ന കേസിൽ ഉത്തരവിട്ടിട്ടുള്ളതാണ്. വളരെ കുറഞ്ഞ തുച്ഛമായ വാടക കിട്ടുന്ന ഒരു കെട്ടിടത്തിന് ഇപ്രകാരം അറ്റകുറ്റപ്പണി ചെയ്തു കൊടുക്കാൻ അത് ഫീസിബിളല്ല, അതായത് ആ കിട്ടുന്ന രൂപയ്ക്കുള്ള പണിയല്ല എന്ന് അങ്ങനെയുള്ള പണികൾ ചെയ്യാനായിട്ട് ഉത്തരവിടാൻ അക്കോമഡേഷൻ കൺട്രോളർക്ക് അധികാരമില്ല എന്ന് 2003 കേരള ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള കെട്ടിടം വ്യാപാര ആവശ്യത്തിനുള്ള കെട്ടിടം ഗാർഹിക ആവശ്യത്തിനോ ഉപയോഗിക്കണമെങ്കിൽ അക്കോമഡേഷൻ കൺട്രോളറുടെ അനുവാദം സെക്ഷൻ 17(1) അനുസരിച്ച് ആവശ്യമാണ്. എന്നാൽ ഈ കൺവേർഷൻ ആ ബിൽഡിങ്ങിൻ്റെ ഉപയോഗക്രമം മാറ്റണമെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന് സ്ഥായിയായ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കെട്ടിട ഉടമയുടെ അനുവാദവും ആവശ്യമാണ്. ഇവയൊക്കെയാണ് അക്കോമഡേഷൻ കൺട്രോളറുടെ അധികാരങ്ങളും ചുമതലകളും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.